നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 5th സെമസ്റ്ററിലെ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റാണ്. അപ്പോൾ അതിലെ മൊഡ്യൂൾ 2 ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന മൊഡ്യൂളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിലെ ടോപ്പിക്കാണ് സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. അപ്പോൾ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള പർച്ചേസ് മെറ്റീരിയലാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ പർച്ചേസിങ് തന്നെ സെൻട്രലൈസ്ഡും ഉണ്ട് ഡീസെൻട്രലൈസ്ഡും ഉണ്ട്. അപ്പോൾ എന്താണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്, എന്താണ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യം പറയുന്നത് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്തെന്നാണ്. സെൻട്രലൈസ്ഡ് പർച്ചേസിങ് മീൻസ് ദാറ്റ് ഓൾ ദ പർച്ചേസസ് ആർ മെയ്ഡ് ബൈ ദ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസ്ഡ് ഫോർ എ സ്പെസിഫിക് പർച്ചേസ് ഓഫ് പർച്ചേസിങ്. അപ്പം ഈ പർച്ചേസിങ് എന്ന ലക്ഷ്യത്തോടു കൂടി ഓർഗനൈസ് ചെയ്ത ഒരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും എല്ലാ സെൻട്രലൈസ്ഡ് ആണ്, കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പർച്ചേസിക്കും ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിരിക്കും നോക്കുന്നത്. അപ്പോൾ അവരിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. ഇൻ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് ഓൺലി വൺ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ദയർ ആൻഡ് ഓൾ ദ പർച്ചേസസ് ആർ മെയ്ഡ് ബൈ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഈ ഒരു ഒറ്റ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റേ കാണും. അപ്പോൾ എല്ലാ പർച്ചേസിങ്ങും ഏത് കാര്യം ആയിക്കോട്ടെ, ഏത് സെൻറ്റർ ആയിക്കോട്ടെ, ഇപ്പം പല യൂണിറ്റ് കാണുമല്ലോ. ഇപ്പോൾ ഒരു കമ്പനിയുടെ തന്നെ പല പ്രൊഡക്ഷൻ യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പർച്ചേസിങ് കാര്യങ്ങളും ഈ ഒറ്റ ഒരു പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും നോക്കുന്നത്. ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഹെഡഡ് ബൈ ദ പർച്ചേസ് മാനേജർ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ പർച്ചേസ് പ്രൊസീജിയേഴ്സ്. അപ്പം ഈ ഡിപ്പാർട്ട്മെൻറ്റിന് പർച്ചേസ് മാനേജർ എന്നൊരു ഹെഡ് കാണും. അദ്ദേഹമായിരിക്കും എല്ലാ പർച്ചേസിങ് പ്രൊസീജിയേഴ്സും എന്ത് ചെയ്യുന്നത്, നോക്കി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ബൾക്ക് പർച്ചേസ് ക്യാൻ ബി മെയ്ഡ് അറ്റ് എ ചീപ്പർ റേറ്റ് ആൻഡ് അറ്റ് എ ഗുഡ് ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ എല്ലാ പർച്ചേസിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വെക്കുമ്പോൾ, അതായത് സെൻട്രലൈസ്ഡ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൾക്ക് പർച്ചേസ് ചീപ്പ് റേറ്റിന് നടത്താൻ പറ്റും അല്ലേ. അപ്പം ഒരുപാട് യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഈ യൂണിറ്റിന് വേണ്ടിയിട്ടെല്ലാം തോനെയായിട്ട് എന്ത് വേണം, അല്ലെങ്കിൽ ഒരുപാട് അളവിൽ മെറ്റീരിയൽസ് വാങ്ങും. അങ്ങനെ ചീപ്പർ റേറ്റിന് ബൾക്കായിട്ട് ഒന്നിച്ച് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആൻഡ് അറ്റ് എ ഗുഡ് ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നിച്ച് വാങ്ങുമ്പോഴത്തേക്ക് ട്രേഡ് ഡിസ്കൗണ്ട്, ഇപ്പം കോടിക്കണക്കിന് രൂപയുടെയൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെയൊക്കെ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ ട്രേഡ് ഡിസ്കൗണ്ടും ലഭിക്കും. Then quality of the materials can be maintained through the specialized knowledge of personnel of the purchasing department. അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ റെഡ്യൂസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഡ്യൂ ടു ബൾക്ക് ഓർഡർ. ഇതിനെല്ലാം കൂടെ വേണ്ടി ഒന്നിച്ച് വാങ്ങുന്നതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ ഓരോ യൂണിറ്റിന് വേണ്ടിയിട്ടും ഓരോ തവണ വാങ്ങിക്കുമ്പം അവിടെ എന്താണ് പല വണ്ടിക്കൂലികളൊക്കെ ആവും. ഇതാകുമ്പോൾ ഒന്നിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഓൾ റെക്കോർഡ്സ് ക്യാൻ ബി കെപ്റ്റ് ഇൻ വൺ സെൻട്രൽ പ്ലേസ്. ഇത് എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് മാത്രം, എല്ലാ റെക്കോർഡ്സും ഒരു സെൻറ്ററിൽ കാണും അല്ലേ. ആ സെൻറ്റർ തന്നെ അവിടെ ഏത് യൂണിറ്റിൻ്റെ കാര്യം ചോദിച്ചാൽ അവരുടെ അതിൻ്റെ റെക്കോർഡ് കാണും. പിന്നെ അവോയ്ഡ് റെക്ലെസ് പർച്ചേസസ്. അടുത്ത 5ാമത്തെ പോയിന്റ് പറയുന്നത് അവോയ്ഡ് റെക്ലെസ് പർച്ചേസസ്. അതായത് നമ്മൾ അനാവശ്യമായിട്ടൊക്കെ നമുക്ക് മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ മെറ്റീരിയൽസ് നോക്കി അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാതെ വാങ്ങിക്കുക, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ദെർ ഈസ് ദ പോസിബിലിറ്റി ഓഫ് റെഡ്യൂസിങ് ഒബ്സലന്റ് ആർട്ടിക്കിൾസ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒബ്സലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചില മെറ്റീരിയൽസ് ആണെങ്കിൽ. ഇപ്പോൾ പുതിയ മെറ്റീരിയൽസ് വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ്. സ്റ്റോക്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ കൂടുതൽ ബൾക്ക് എമൗണ്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതായത് സ്റ്റോക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് വെക്കുക എന്നുള്ളത് കുറയ്ക്കാൻ പറ്റും. ബെറ്റർ ലേ ഔട്ട് ഓഫ് സ്റ്റോറേജ് സ്പേസ്. അതുപോലെ തന്നെ സ്റ്റോഴ്സുകളെ എന്ത് ചെയ്യാം, ബെറ്ററായിട്ട് നമുക്ക് ലേ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പനിക്ക് എത്ര പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടോ അതിന് വേണ്ടുന്ന ഓരോ യൂണിറ്റിന് വേണ്ടുന്ന എല്ലാ മെറ്റീരിയൽസും വാങ്ങിക്കുന്നത് ഒരൊറ്റ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഇതെല്ലാം കൂടെ സെൻട്രലൈസ്ഡ് ചെയ്യുന്നതിനെയാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഇനി ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ, decentralized purchasing is a system of purchasing where the purchases are made by the respective production department to meet their material requirements. അതായത്
ഇപ്പം നമ്മുടെ എന്താണ് ബിസിനസ് കൺസേണിന് 3 സ്ഥലങ്ങളിലായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം 3 പ്രൊഡക്ഷൻ യൂണിറ്റും 3 എന്തായിരിക്കും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും. അതായത് അവരുടെ ആവശ്യങ്ങൾ ഇപ്പോൾ പ്രൊഡക്ഷൻ 1 എന്ന് പറയുന്ന ആ യൂണിറ്റിൻ്റെ മെറ്റീരിയൽസ് പർച്ചേസുമായി ബന്ധപ്പെട്ടിട്ടും എന്തൊക്കെ മെറ്റീരിയൽസ് വാങ്ങണം അതെല്ലാം നോക്കുന്നത് അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിരിക്കും. മറ്റ് പ്ലാന്റുകൾക്ക് അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്. അതായത് ഓരോരുത്തർക്കും അവർക്ക് വേണ്ടുന്ന ഒരു പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. The materials purchased are stored in separate stores situated in various production centers. അപ്പം ഈ ഓരോ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിനും അവരുടെ എന്തുണ്ടായിരിക്കും, ഈ പറയുന്ന പ്രൊഡക്ഷൻ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സിസ്റ്റം ഹാസ് മെനി അഡ്വാൻറ്റേജസ് ഓവർ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്. അപ്പോൾ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്, അപ്പോൾ സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാം, ഇപ്പോൾ എത്ര പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടോ അവർക്കെല്ലാം വേണ്ടുന്ന ഈ ഒറ്റൊരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റേ കാണും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും, എല്ലാവർക്കും വേണ്ടുന്ന മെറ്റീരിയൽസ് വാങ്ങിക്കണം, എല്ലാ യൂണിറ്റിലും എത്തിച്ചു കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ അങ്ങനെയല്ല, ഓരോരുത്തർക്കും അവർക്ക് റെസ്പോണ്ടിങ് ആയിട്ടുള്ള പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിനെക്കാട്ടിലും കൂടുതൽ അഡ്വാൻറ്റേജസ് ഏതിനുണ്ട്, ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിനുണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് നോക്കാം. 1, ഹൈ കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് എ സെപ്പറേറ്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ ബി അവോയ്ഡഡ്. അപ്പം സെപ്പറേറ്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഹൈ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ചിലവുകൾ വേണം. അപ്പോൾ ഇത് ഓരോന്നും സെപ്പറേറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഡിലേ ഇൻ ഗെറ്റിംഗ് മെറ്റീരിയൽ ഈസ് അവോയ്ഡഡ്. അപ്പോൾ ഒരാളാണ് എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ നോക്കുന്നതെങ്കിൽ അവിടെ പെട്ടെന്ന് ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കത്തില്ല, ഒരുപാട് ഡിലേ വരും. പക്ഷേ ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാൻ, അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഡിലേ ഒന്നും വരില്ല. അവരെ സംബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ആ സ്റ്റോർ ആർ ലൊക്കേറ്റഡ് വെരി നിയർ ദ ഡിപ്പാർട്ട്മെൻറ്റ്, ദ മെറ്റീരിയൽ ക്യാൻ ബി ഡ്രോൺ ഫോർ പ്രൊഡക്ഷൻ അറ്റ് എനി ടൈം. ഈ പ്രൊഡക്ഷൻ യൂണിറ്റിന് തൊട്ടടുത്ത് തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്കിൽ, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റിന് തൊട്ടടുത്ത് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിരിക്കും, പെട്ടെന്ന് മെറ്റീരിയൽ അവൈലബിൾ ആക്കാൻ പറ്റും. ഇഷ്യൂ ഓഫ് റോങ് ക്വാളിറ്റി മെറ്റീരിയൽ ക്യാൻ ബി അവോയ്ഡഡ്. അപ്പം പല പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് വേണ്ടുന്ന ക്വാളിറ്റി ആയിരിക്കില്ല മറ്റൊരിടത്ത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ ഇവിടെ എന്താവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. റോങ് ക്വാളിറ്റി എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത് ഇത്രയുമാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. അപ്പോൾ സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിനാണ് സെൻട്രലൈസ്ഡിനെക്കാട്ടിലും കുറച്ചും കൂടി കാര്യങ്ങൾ സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പം ഈ പർച്ചേസ് കൺട്രോളിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട്, നമുക്ക് പ്രൊസീജിയറൊക്കെ പഠിക്കാനുണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.